നമ്മുടെ വണ്ടികളിൽ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റ്. നമസ്കാരം, രവീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ എനി വെഹിക്കിൾ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റുകൾ, എന്തിനു വേണ്ടിയാണ് ഈ നമ്പർ പ്ലേറ്റുകൾ നമ്മുടെ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇനി അത് പോലീസ് ചെക്കിങ്ങിന് വേണ്ടി മാത്രമായിരിക്കുമോ? ഒരു വാഹനത്തിൽ എത്ര നമ്പർ പ്ലേറ്റുകൾ ഉണ്ട് എന്നത് അറിയുമോ? വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടാവും, അതിൻ്റെ ബാക്കിൽ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടാവും. പിന്നെ മറ്റൊന്നുള്ളത് വിൻഷീൽഡ് ഗ്ലാസിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഭൂരിപക്ഷം ആളുകളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി അറിയാവുന്നവർ തന്നെ അത് എന്തിനോ ആണ് എന്നുള്ള ധാരണയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അവലാതിപ്പെട്ടിട്ടില്ല. എന്നാൽ കേട്ടോളി, HSRP എന്നാണ് ഈ നമ്പർ പ്ലേറ്റുകളെ പറയപ്പെടുന്നത്. എന്താണ് HSRP? ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്ന ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റിൽ പ്രധാനമായും നമ്മുടെ വാഹനത്തിൽ പിടിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് റിവീറ്റ് വെച്ച് ഭദ്രമായിട്ടായിരിക്കും നമ്മുടെ നമ്പർ പ്ലേറ്റുകൾ ബാക്കിലും ഫ്രണ്ടിലും ഘടിപ്പിച്ചിരിക്കുക. നമ്മുടെ വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാറിൻ്റെ ഡീലറാണ് നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് അലോട്ട് ചെയ്യുന്നത്. അവർ തന്നെ പ്രത്യേകം ഒരു റിവീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുന്നു. പിന്നീട് അത് ഇളക്കിയെടുക്കാൻ കഴിയില്ല. ഇനി നമ്മുടെ നമ്പർ പ്ലേറ്റ് ഡാമേജ് വന്നു കരുതുക. ഡാമേജ് വന്നാൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ആ ഡാമേജായ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒടിഞ്ഞിട്ടുള്ള ആ നമ്പർ പ്ലേറ്റ് നാം ഡീലറിൻ്റെ മുൻപാകെ സറണ്ടർ ചെയ്താൽ ആ സറണ്ടറിൻ്റെ ഫലമായി പുതിയ നമ്പർ പ്ലേറ്റ് ഡീലർ നമുക്ക് അലോട്ട് ചെയ്തു തരുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ നമ്പർ പ്ലേറ്റുകൾ ആരെങ്കിലും അടിച്ചുകൊണ്ടുപോയി മോഷ്ടിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിൽ ദുരുപയോഗം ചെയ്തു എന്ന് കരുതുക. നമ്മുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നാം ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത കോപ്പിയുമായി നാം ഡീലർ മുൻപാകെ സമീപിച്ചാൽ നമുക്ക് പുതിയ നമ്പർ പ്ലേറ്റ് അലോട്ട് ചെയ്തു തരും. ഏതെങ്കിലും ഒരു നമ്പർ പ്ലേറ്റ് ഡാമേജ് ആയാൽ ആ ഒരെണ്ണത്തിന് വേണ്ടി മാത്രം നമുക്ക് പ്രത്യേകമായി റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് അത് അലോട്ട് ചെയ്യുന്നു. 2019 ശേഷം ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങളിൽ മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് നമ്മുടെ വാഹനം കളവ് പോയാൽ നമുക്കത് കണ്ടെത്തുവാൻ സഹായിക്കുന്നത് ആ യൂണിക് ഐഡി ആയിരിക്കും. അതുകൊണ്ടാണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ